നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വില്ലിംഗ്ടണിലാണ്. നമ്മളിന്നൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. ന്യൂസിലൻഡ് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഇവിടെ കുറച്ച് ദൂരെ റൊട്ടൂറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 3 മണിക്കൂറായി ഇപ്പോൾ ഇറങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ടേക്കുമാണ്. അപ്പോൾ നമുക്ക് റൊട്ടൂറയിലേക്കുള്ള പുതിയ കാഴ്ചകൾ കാണാം. നമ്മളൊരു സ്ഥലത്ത് നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കുമാണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ തട്ടുകടകളോ റെസ്റ്റോറൻറ്റുകളോ ധാബകളോ ഒന്നും വഴിയിലില്ല. നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കഴിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. തന്നെ അല്ല, ഇവിടെ നമ്മുടെ ഫുഡുകളൊക്കെ കിട്ടും, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. എന്തായാലും ഞങ്ങൾക്കുള്ള ഫുഡ് തയ്യാറാക്കിയിട്ടാണ് വന്നത്. അത് ഞങ്ങൾ ഇപ്പം ഒരിടത്ത് സ്ഥലം കിട്ടിയപ്പം നല്ലൊരു ആംബിയൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങ് നിർത്തി കുറച്ച് ഫോട്ടോസും എടുക്കാമായിരുന്നു. പിന്നെ 1-2 റീൽസിനുള്ള വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചുകൊണ്ട് നിർത്തിയിട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സാരഥി. അപ്പം കുറച്ച് നല്ല വ്യൂ ഒക്കെ കണ്ടപ്പോൾ നിർത്തിയതാണ്. കാണിച്ചുതരാം. നല്ല പൈൻ മരങ്ങളും എന്ത് ഉയരാന്ന് നോക്കിയേ. ഇവിടെയൊക്കെ ഇരുന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇവിടെ ഇരുന്നാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഇൻട്രോ ചെയ്തത്. ഈ കടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ഇത് പാമേഴ്സൺ നോർത്തിൽ നിന്ന്, അത് ഞങ്ങൾ റൊട്ടൂറയിലേക്ക് പോവുകയാണ്. പാമേഴ്സൺ നോർത്തിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്കുള്ള വഴിയാണ്. ഈ റോഡാണ് ഈ കാണുന്നത്. ഇവിടുത്തെ സ്റ്റേറ്റ് ഹൈവേ 1 ആണ്. അവിടെ എന്ത് രസമാണ് കാണാൻ. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കുറച്ച് കഴിച്ചു കഴിഞ്ഞു. ഇപ്പം വണ്ടിക്കകത്ത് കയറി റൊട്ടൂറയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ വഴിയെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ രാവിലെ 6:45 സ്റ്റാർട്ട് ചെയ്തത്. റോഡിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായി. ഇങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുകയില്ല. നമ്മൾ ഇപ്പം തൊട്ടടുത്ത നിമിഷം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ചിലപ്പം പെട്ടെന്ന് മഴ പെയ്യും, ചാറ്റൽ മഴയും, ചിലപ്പം നല്ല കാറ്റായിരിക്കാം, ചിലപ്പം ഒന്നുമില്ലാതെ ഒരു നോർമൽ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. ഇങ്ങനെ നമ്മളങ്ങനെ ചാറ്റൽ മഴയുടെ സൗന്ദര്യവും ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മലകൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. പുറത്തോട്ട് നോക്കി ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ കാലാവസ്ഥയും മൊബൈലിനകത്ത് വെള്ളം വീഴുമെന്നുള്ള ആ ഒരു പ്രശ്നം മൂലം കാറിനകത്തിരുന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തോട്ട് വെച്ച് ഷൂട്ട് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കാറിനകത്തിരുന്ന് തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇപ്പം എൻ്റെ വൈഫാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്.
ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഡ്രൈവ് ചെയ്യാമെന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അടുത്തൊരു ഫാം കാണുന്നതും ഞങ്ങൾ അങ്ങോട്ട് നിർത്തി 1-2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. വളരെ വലിയ ഒരു ഫാമാണ്, പശുക്കളുടെ ഒരു ഫാമാണ്. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് വേറെ ആടുകളുടെ ഫാം കണ്ടെങ്കിലും അതിങ്ങനെ ആടുകളൊക്കെ ചിതറി നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു പശുവിൻ്റെ ഫാമിൽ നിന്ന് 1-2 ഫോട്ടോയോ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാണ് നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയത്. കുറേ പശുക്കളുണ്ട്, കുറേ പശുക്കൾ. നമ്മൾ അവൻ്റെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോൾ പശുക്കൾ അങ്ങോട്ടും മാറി മാറി പോവുകയാണ്. കണ്ടെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഫാമുകളാണ്. അവിടെ ഇങ്ങനെ പശുക്കളെ ഇങ്ങനെ മേയ്ക്കാൻ വിട്ടേക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യരെക്കാട്ടിയും കൂടുതലായിട്ടുള്ളത് പശുക്കളും ആടുകളുമാണ്. ആടുകൾ കുറേ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു, പക്ഷേ എനിക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, മഴയായിരുന്നു. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇനി ആടുകളെ കാണുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. നോക്കൂ, എനിക്കിങ്ങനെ ഈ ഓരോ ഫാമിനും ചുറ്റി ഓരോ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പശുക്കളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് നിന്നോളും. അവർക്ക് ആവശ്യമുള്ള തീറ്റയും സാധനങ്ങളും എല്ലാം ഇഷ്ടം നല്ല പുൽമേടുകളല്ലേ, ആവശ്യത്തിനുള്ള പുല്ലുകളും ആവശ്യം പോലെ അവർക്ക് കിട്ടും. അതുകൊണ്ട് അവർ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഫീഡ് ചെയ്ത് അങ്ങനെ നടക്കുന്നോളും. ഇതിനെ നോക്കാനായിട്ട് പ്രത്യേകം ആൾക്കാരും ഉണ്ട്. അവിടെ ദൂരെ ഒരാൾ ഈ പശുക്കളെല്ലാം ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ ഒരു വണ്ടിക്കകത്ത്. കൂടെ കുറേ 1-2 പട്ടികളുമുണ്ട്. പുള്ളിയാണ് എല്ലാവരെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ പട്ടിയൊക്കെ ഫ്രണ്ടിൽ ഓടി പോകുന്നുണ്ടല്ലേ. അങ്ങനെ ഈ പുള്ളിയാണ് ഇവിടുത്തെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എന്തായാലും ഈ പശുവിൻ്റെയൊക്കെ ഫാമൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ വീണ്ടും യാത്ര തുടങ്ങും. മഴ വീണ്ടും ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലായിരുന്നുവെങ്കിൽ ഒരു ചായക്കടയിൽ അടുത്തൊരു ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടുമൊക്കെ ഇട്ട് പോകാമായിരുന്നു. പക്ഷേ സ്ഥലം ന്യൂസിലൻഡായിപ്പോയി, ചായക്കടകൾ ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് ഒരു ഫ്ലാസ്കിനകത്ത് കുറച്ച് ചായയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചായ കുടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ യാത്ര. നമ്മൾ ഏകദേശം ഒരു 7 മണിക്കൂറത്തെ ഒരു ട്രിപ്പാണ് ഗൂഗിൾ മാപ്പിനകത്ത് കണ്ടത്. നമുക്ക് എന്ത് രസകരമായ കാഴ്ചകളാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്നെക്കൊണ്ട് അധികം കഴിവില്ല. എങ്കിലും നിങ്ങളീ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, എന്ത് സൂപ്പറാണെന്നറിയോ. നമ്മുടെ ഈ മലയാളത്തിലെ ഓരോരോ കവികളൊക്കെ എഴുതിയിട്ടില്ലേ, കവികൾ എഴുതിയ ഒരു ഭൂമിയെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അതെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് അളവുകോലുകളിൽ എഴുതപ്പെട്ട രീതിയിലുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. പണ്ട് എവിടെയോ ഏതോ ഒരു യൂട്യൂബർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു രാജ്യം ഫുള്ള് പാർക്ക് അതേതാണോ അതാണ് ന്യൂസിലൻഡ്. എവിടെ നോക്കിയാലും നമ്മുടെ നാട്ടിലെ ഒരു പാർക്കിൻ്റെയൊക്കെ ഒരു ലുക്ക്, നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നിൽക്കുന്ന പാർക്ക്. ഇത് പാർക്കല്ല സത്യത്തിൽ, രാജ്യം ഫുള്ള് ഇങ്ങനെയാണ്. ഈ രീതിയിലാണ് ന്യൂസിലൻഡ്.
നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചാറ്റൽ മഴയുടെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ചാറ്റൽ മഴയൊക്കെ വരുന്നത് പെട്ടെന്നായിരിക്കും. ഇത് കണ്ടോ, നല്ല തെളിഞ്ഞ ആകാശവും തെളിഞ്ഞ മലനിരകൾ, കണ്ണത്താ ദൂരത്തോളം നീണ്ടു നിരന്ന് കിടക്കുന്ന ഭൂപ്രകൃതി. എന്ത് രസമാണ്. പല നമ്മുടെ സീനറിയേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ വളരെ 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 മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സൈഡൊക്കെ നോക്കിയാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ പീഠഭൂമികളൊക്കെ ഉള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് കണ്ടില്ലേ, ഓരോ 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ സീനറികൾ വ്യത്യസ്തമായിട്ടായിരിക്കും. നമ്മൾ മുമ്പ് കണ്ട ഒരു പ്രകൃതി ഭംഗിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകൃതി ഏരിയയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ചെറിയൊരു ഇതായി തുടങ്ങും. കണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു ചെറിയൊരു മടുപ്പ് പോലെ തോന്നി തുടങ്ങും. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിന് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടേ നമ്മളൊരു സ്വപ്നലോകത്തിൽ സഞ്ചരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സുന്ദരമാണ്, എത്ര മനോഹരമാണ് ഈ വീഥികളെന്ന്. ഏകദേശം ഒരു 7.5 മണിക്കൂർ യാത്രയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇച്ചിരി സ്പീഡ് കുറച്ചാണ് പോകുന്നത്. റോഡിലെല്ലാം സിമ്പിൾസൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, എത്ര കിലോമീറ്റർ വേഗതയിലേ പോകാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിലും വളരെ സ്പീഡ് കുറച്ചാണ് ഞങ്ങൾ ഓടിക്കുന്നത്. ഒന്നാമത് ഇവിടുത്തെ റോഡുകളെക്കുറിച്ച് നമുക്ക് വളരെ തിട്ടമില്ല. പിന്നെ ഈ കാഴ്ചകളെല്ലാം കാണണം. ഇത് കണ്ടോ, റോഡ് സൈഡിൽ നിന്ന് മേയുന്ന, ഇത് റോഡ് സൈഡല്ല, അതൊക്കെ ഫാമുകളാണ്. ഫാമിൽ നിന്ന് മേയുന്ന നമ്മുടെ ആടുകളുടെ ഉണ്ടോ, എന്തോരം ആടുകളാണെന്നൊക്കെ. അടുത്തെവിടെങ്കിലും നമുക്ക് റോഡിൽ നിർത്താൻ കഴിയുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി ഈ ആടുകളുടെ ഫാമിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അതിന് എത്രയും പെട്ടെന്ന് കഴിയട്ടെ. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം കുറച്ചായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. ഫുള്ള് വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ഈ കാണുന്നുണ്ടോ, നമുക്ക് ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊന്നൊക്കെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഫുള്ള് ഈ ഒരു സിമ്പൽ കണ്ടില്ലേ, അവിടെ നമുക്ക് കുറച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്ര ദീർഘദൂരം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്ത് ഒന്ന് വിശ്രമിക്കാനും അവർക്ക് കുറച്ച് നേരം ഒന്ന് വണ്ടിയൊക്കെ ഒരു സൈഡിലൊക്കെ ഒതുക്കി കുറച്ച് സമയം ഒന്ന് കൈകാൽ നിവർത്താനും എന്തെങ്കിലും ഫുഡ് കഴിക്കുകയും എന്തെങ്കിലും ചെയ്യുവാനായിട്ട്. റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല, നമ്മുടെ കയ്യിരിക്കുന്ന ഫുഡ് റോഡ് സൈഡിൽ നിർത്തി നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കുവാനും. ഇങ്ങനെ ഓരോ 10-20 കിലോമീറ്ററുകൾക്കിടയ്ക്ക് ഓരോരോ ഇങ്ങനെയുള്ള റെസ്റ്റിംഗ് പ്ലേസുകളാണ്. അതിനൊരു പ്രത്യേക ഒരു മരത്തിൻ്റെ സിമ്പലും അതുപോലെ തന്നെ ഒരു എത്ര ദൂരമുണ്ട് എന്നും അവിടെ സൂചിപ്പിക്കും. അപ്പം നമുക്ക് അവിടെ നിന്ന് വിശ്രമിക്കാം. നമുക്ക് എന്തെങ്കിലും യാത്രയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ഡ്രൈവിങ് എന്തെങ്കിലും കുഴയുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാം. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെങ്ങും ഞാൻ ഇവിടെ നിന്നും കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതാണോ എന്നറിയത്തില്ല, കേരളത്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. 2ാം പാർട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഇത്ര നേരം ഈ ചെറിയ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.